കേരളത്തിലെ LDF പ്രചാരണം പിണറായി വിജയൻ നയിക്കുമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. മാർച്ച് ആദ്യവാരം മുതൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ നടക്കും. മുഖ്യമന്ത്രി ആരെന്നതിൽ വിജയിച്ചതിന് ശേഷം തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ CPM നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വരുമെന്നും MA ബേബി കൂട്ടിച്ചേർത്തു. ബേബിയുടെ വാക്കുകളിലേക്ക്. CPIM or the LDF used to declare our chief ministerial candidate. You see, we have declared that who would lead the election campaign in the coming elections in Kerala. That is the present chief minister and Politburo member. Comrade Pinarayi Vijayan will be leading our campaign. As and when we get the majority, we will meet and we will take a call. We will take a decision. മാർഷൽ വി സെബാസ്റ്റ്യൻ തിരുവനന്തപുരത്ത് നിന്നും വിലയിരുത്തലുമായി ചേരുന്നുണ്ട്. മാർഷൽ, അത്ഭുതമൊന്നും സംഭവിക്കുന്നില്ല. പിണറായി വിജയൻ തന്നെ LDFനെ നയിക്കും. മാത്രമല്ല, മൂന്നാം തവണയും LDF വിജയിക്കും, അധികാരത്തിൽ എത്തും എന്ന വിജയപ്രതീക്ഷയും PB പങ്കുവയ്ക്കുന്നുണ്ട്. PB എന്തൊക്കെ കാര്യങ്ങൾ വിലയിരുത്തിയിട്ടുണ്ടാകണം മാർഷൽ? കൈപ്പള്ളി പറഞ്ഞ പോലെ തന്നെ അത്ഭുതങ്ങളൊന്നും തന്നെ സംഭവിക്കുന്നില്ല. നമുക്കെല്ലാം അറിയാം. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ അടുത്ത തവണ വീണ്ടും മൂന്നാം വട്ടവും ധർമ്മടത്ത് നിന്ന് തന്നെ മത്സരിക്കും എന്നുള്ളതായിരുന്നു. കാരണം 75 വയസ്സ് പ്രായപരിധിയുടെ ഇളവ് അദ്ദേഹത്തിന് ലഭിച്ച കാലം മുതൽ തന്നെ അദ്ദേഹം തന്നെ തുടർച്ചയായി വരുമെന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ഒരു രാഷ്ട്രീയപരമായ പോരാട്ടത്തിനിറങ്ങുമ്പോൾ നിലവിലുള്ള മുഖ്യമന്ത്രി മത്സരിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിന്നും മറ്റൊരാളെ നയിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് രാഷ്ട്രീയപരമായിട്ടും അതോടൊപ്പം തന്നെ പ്രചരണങ്ങളിലും ഒക്കെ വീഴ്ചയായിട്ട് പരിഗണിക്കപ്പെട്ടേക്കാം. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഭരണ നേട്ടങ്ങളും കോട്ടങ്ങളും പരിശോധിക്കപ്പെടുന്ന ഒന്നുകൂടിയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ സ്വാഭാവികമായി പറയാറുണ്ട് ക്യാപ്റ്റനായി അദ്ദേഹം തുടരുന്നു എന്നുള്ളത്. ആ രീതിയിൽ പിണറായി വിജയനെ തന്നെ മുൻനിർത്തിയാണ് മുന്നോട്ട് പോകുക LDF സർക്കാർ. അത് മൂന്നാമത്തെ ഭരണത്തിന് വേണ്ടി. ഇതിനു മുമ്പ് ഒരുപക്ഷെ 1977 മുതൽ 2000 വരെ ജ്യോതി ബാസു പശ്ചിമ ബംഗാളിൽ തുടർച്ചയായി മുഖ്യമന്ത്രിയായി വന്ന ഒരു ചരിത്രം CPMന്റെ മുമ്പിലുണ്ട്. എന്നാൽ ഇന്ന് കാലം മാറിയിരിക്കുകയാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ കേരളം മാത്രമേ ഉള്ളൂ CPMന് അല്ലെങ്കിൽ അത്തരമൊരു മുഖ്യമന്ത്രിയെ ചൂണ്ടിക്കാണിക്കുവാനുള്ളത്. അതുകൊണ്ട് വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കേരളത്തിൽ എത്തുമ്പോൾ ആ സംസ്ഥാന ഭരണകൂടത്തിന്റെ നേട്ടങ്ങളെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അതിനെ നയിക്കണം എന്നുള്ള തീരുമാനമാണ് പൊളിറ്റ് ബ്യൂറോയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്ന് മാത്രമല്ല, അദ്ദേഹം മുഖ്യമന്ത്രിയുമാകുമോ എന്നുള്ള ചോദ്യം, ആ ചോദ്യത്തിനുള്ള മറുപടി എല്ലാ കാലവും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പറയുന്നത് തന്നെയാണ്. മുഖ്യമന്ത്രി കാൻഡിഡേറ്റിനെ നേരത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാറില്ല. അങ്ങനെ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് ആ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പരാജയപ്പെട്ടാൽ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം അവർ തിരിച്ചു ചോദിക്കും. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ആരാണെന്ന് പറയാത്തത്. എങ്കിലും നമുക്കറിയാം, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഭരണ കോട്ടങ്ങളും നേട്ടങ്ങളും പരിശോധിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അതിന്റെ ക്യാപ്റ്റനായിട്ട് നിൽക്കുന്നത് പിണറായി വിജയനാണ്. അതുകൊണ്ട് മൂന്നാം വട്ടവും LDF സർക്കാരിനെ LDFന്റെ മത്സരരംഗത്തെയും ക്യാപ്റ്റനായി നിൽക്കുക പിണറായി വിജയനായിരിക്കും എന്നുള്ളതാണ്. ശരി, മാർഷൽ വി സെബാസ്റ്റ്യനാണ് വിലയിരുത്തലുമായി ചേർന്നത്.